ഒരു ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉമ്മാലി. പക്ഷെ ഞാനിതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ മിസ്റ്റർ വന്നിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉമ്മാലി ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ മൂപ്പര് പറഞ്ഞു സംഭവം സിമ്പിളാണ്, ഞാൻ ഹെൽപ്പ് ചെയ്തെങ്കിൽ കൂടുതലൊന്നും ചെയ്യേണ്ട, നമുക്ക് രണ്ടൊക്കെ പേർക്കും കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഓവർ കോൺഫിഡൻസ് ഓക്കെ നമ്മൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു രസമുള്ള കാര്യമാണല്ലോ. ആൾക്ക് മൂപ്പര് കമ്പനിയിൽ വീക്കിലുള്ള ഒരു ഫുഡ് അടിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഡെസേർട്ട് അത്രമാത്രം. പക്ഷെ അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം, എന്നാൽ ഇത്രയും ക്വാണ്ടിറ്റി വേണം. ആക്ച്വലി നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇതൊരു ബിഗ് ട്രേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പഫ് പേസ്ട്രിയാണ് സാധാരണ യൂസ് ചെയ്യുക, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണെങ്കിൽ നമുക്ക് ബ്രെഡ് യൂസ് ചെയ്യാം, പക്ഷെ അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ ബ്രെഡ് എടുത്തു, ആദ്യം ടോസ്റ്റ് ചെയ്ത് വെച്ചു, പിന്നെ അതേ കുറേ പാല് തിളപ്പിച്ചു, അതിൽ മിൽക്ക് മെയ്ഡ്, ഏലക്കായ, കുങ്കുമം എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ആരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ജിന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കതൊക്കെ സിമ്പിൾ ആണല്ലോ, ഞാനൊരു ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ജിന്ന് ചെയ്തോളൂ. സോ ഞാൻ ബ്രെഡിന്റെ 2 ലെയർ പിന്നെ നല്ല ചൂട് പാല് വെച്ച് കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ എന്താ ക്രീം ഒന്ന് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലല്ല അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആകും. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ അളവിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം 2 ടിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ എക്സ്ട്രാ പിന്നെയും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പാലായാലും ക്രീം ആയാലും. അങ്ങനെ 2 ലെയർ ബ്രെഡ്, പിന്നെ ക്രീം, വീണ്ടും 2 ലെയർ ബ്രെഡ്, പിന്നെ ചൂട് പാല്, പിന്നെ മേലെ നല്ല അധികം ക്രീം. അങ്ങനെ ടെക്നിക്കലി സ്പീക്കിംഗ് മൊത്തത്തിൽ ഞാൻ ഈ ട്രേ അങ്ങ് ഫില്ലാക്കി എടുത്തു. പിന്നെ അത് ബേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളെടുത്തില്ല, കാരണം ഇത്രയും വലിയ ഓവൻ ഇല്ലല്ലോ. അപ്പോൾ മൂപ്പര് കമ്പനി പോയിട്ട് തന്നെ അത് ബേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധ സഹായഹസ്തങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്റെ മിസ്റ്റർ അവസാനത്തിൽ നട്ട്സ് ഇടാൻ വന്നിട്ടുണ്ട്. ഈ പണിയെടുക്കുന്ന ജിന്നിന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റിന് കൊണ്ടുപോകട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കുറവുകൾ ഉണ്ടാവും, അത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാലും കഴിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു എന്നാ കേട്ടെ.